ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീരാമതത്വത്തെ ഹനുമാന് സീതാദേവി ഉപദേശിക്കുകയാണ്. പാരമാർത്ഥികമായി ഏകവും അദ്വിതീയവുമാണ്. എന്നാൽ വ്യാവഹാരികമായി ധർമ്മ സംസ്ഥാപനാർത്ഥം പല രൂപങ്ങളെ പ്രാപിക്കുന്നു ഭഗവാൻ. അങ്ങനെയുള്ള ശ്രീരാമൻ്റെ ചരിത്രത്തെ, അതിലെ പ്രധാന സന്ദർഭങ്ങളെ സംക്ഷിപ്തമായി പറയുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ സൂര്യപുത്രനായ സുഗ്രീവനോട് സഖ്യം ചെയ്ത് ഇന്ദ്രപുത്രനായ വാലിയെ രാമൻ നിഗ്രഹിച്ച വൃത്താന്തമാണ് നമ്മൾ ചിന്തിച്ചത്. വാലിയെ നിഗ്രഹിച്ചതിനെ സംബന്ധിച്ച് പലതും പറഞ്ഞ് പലരും രാമൻ അധർമ്മിയാണ്, അധർമ്മവൃത്തിയാണ് എന്ന് സമർത്ഥിക്കാൻ പെടാപ്പാട് പെടുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ശ്രീരാമൻ വാലിയെ നിഗ്രഹിച്ചു എന്നുള്ള വൃത്താന്തം വരുന്നത് രാമായണത്തിലാണ്. അങ്ങനെയൊരു സംഭവം നടന്നോ? നമ്മളത് വിശ്വസിക്കുന്നുണ്ടോ? ഇതാണ് ചോദ്യം. പറയപ്പെട്ടതുപോലെ ശ്രീരാമൻ വാലിയെ നിഗ്രഹിച്ചിട്ടുണ്ടോ? ഉണ്ട്. വൃക്ഷത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഒളിഞ്ഞമ്പെയ്യുക എന്ന തെറ്റ് ശ്രീരാമൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആക്ഷേപം. എങ്കിൽ പറയാനുള്ളത്, രാമായണത്തിലെ ഒരു സന്ദർഭത്തെ സ്വീകരിക്കുന്നു, വിശ്വസിക്കുന്നു നിങ്ങളെങ്കിൽ രാമായണത്തെ വിശ്വസിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. രാമായണത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് രാമൻ ധർമ്മവിഗ്രഹമാണ്. ശ്രീരാമൻ എന്തു ചെയ്തോ അത് ധർമ്മമാണെന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ ശേഷമാണ് രാമചരിതത്തെ വിസ്തരിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ വാക്യത്തെ സ്വീകരിക്കാതെ പിന്നെ പറഞ്ഞ ചരിതത്തിൽ ദോഷം ആരോപിക്കുന്ന നമ്മുടെ ബുദ്ധി എപ്രകാരമുള്ളതാണ്? ഇപ്പോൾ ശ്രീരാമൻ എന്ത് ചെയ്തു അത് ധർമ്മമാണെന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, രാമൻ ധർമ്മവിഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് രാമായണം ആരംഭിച്ച് പ്രവർത്തിക്കുന്നത്. വിദ്ധിമാം ഋഷിഭിസ്തുല്യം വിമലം ധർമ്മമാശ്രിതം എന്ന് ശ്രീരാമൻ സ്വയമേവ പറഞ്ഞിട്ടുണ്ട്. ഈ വാൽമീകീയത്തിൽ ഈ വാക്യം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയായി ചിന്തിച്ചുകൊണ്ടായിരിക്കണം. ഏതായാലും വൃക്ഷഖണ്ഡത്തിന് പിന്നിൽ മറഞ്ഞു നിന്നു രാമൻ മാത്രമല്ല ലക്ഷ്മണൻ, അതുപോലെ സുഗ്രീവൻ്റെ മന്ത്രിമാർ. സുഗ്രീവനും ബാലിയും തമ്മിൽ മല്ലയുദ്ധം ആരംഭിച്ചു, ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. മുഷ്ടിയുദ്ധമായിരുന്നു അത്. തിരിച്ചറിയാൻ വേണ്ടി സുഗ്രീവൻ്റെ കഴുത്തിൽ മാല ധരിപ്പിച്ചിരുന്നു ശ്രീരാമൻ. ഏതായാലും ആ മുഷ്ടിയുദ്ധത്തിൽ സുഗ്രീവൻ ക്ഷീണിതനാകുന്ന സമയത്ത് അത് കണ്ട് മനസ്സിലാക്കി ശ്രീരാമൻ അമ്പയച്ചു. വാലി വീണു. വീണ വാലിയുടെ അരികിലേക്ക് ശ്രീരാമനും എല്ലാം എത്തിച്ചേർന്നു. അവിടെ നമ്മൾ വാലിയുടെ സ്വഭാവത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്യന്തം കർക്കശ സ്വഭാവക്കാരനാണ് വാലി. തനിക്ക് ശരിയാണെന്ന് 100% ഉറച്ചാൽ മാത്രമേ ബാലി എന്തിനേയും സ്വീകരിക്കൂ. അതാണ് ബാലിയുടെ വ്യക്തിത്വം രാമായണത്തിൽ വരച്ച് കാണിച്ചിട്ടുള്ളത്. ഏതായാലും അങ്ങനെയുള്ള ബാലിയുടെ അടുത്തേക്ക് രാമൻ എത്തിയപ്പോൾ, എന്താണ് രാമ ഇത് ധർമ്മമാണോ, ഇത് അധർമ്മമല്ലേ എന്നെല്ലാം ബാലി ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് എൻ്റെ നേർക്ക് അമ്പ ചെയ്തു എന്നുള്ള ബാലിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട്
ഒരു ഭരണാധികാരി സഹോദരൻ ജീവിച്ചിരിക്കെ സഹോദര പത്നിയെ ബലാത്കാരേണ അടിമയാക്കി വെച്ചാൽ എന്ത് ശിക്ഷയാണോ നൽകേണ്ടത് അത് മാത്രമേ താൻ നൽകിയിട്ടുള്ളൂ എന്ന് രാമൻ വിസ്തരിച്ചു പറഞ്ഞു. വളരെ വിസ്തൃതമായിട്ടാണ് ഈ ഭാഗം വാൽമീകി രാമായണത്തിലുള്ളത്. താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് ബാലി ബോധവാനായി എന്നല്ല, വളരെ സംക്ഷിപ്തമായി പറഞ്ഞ അധ്യാത്മരാമായണത്തിൽ ഈ ഭാഗം അത്രയ്ക്ക് അങ്ങോട്ട് സ്പഷ്ടമല്ല. കാരണം വാൽമീകി രാമായണത്തെ 6-1 ചുരുക്കിയിട്ടാണ് അധ്യാത്മരാമായണം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് അധ്യാത്മരാമായണം പഠിക്കുമ്പോൾ എവിടെ നമുക്ക് സന്ദേഹം വരുമോ അവിടെ നമ്മൾ വാൽമീകിയത്തെ ആശ്രയിക്കണം. ആ നിലയ്ക്ക് ആശ്രയിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്താണ് അവിടെ നടന്നതെന്ന്. തൻ്റെ തെറ്റിനെക്കുറിച്ച് മനസ്സിലാക്കി ബാലി എന്നല്ല, പശ്ചാത്താപ വിവശനായി ബാലി. എത്രമാത്രം പശ്ചാത്താപ വിവശനായി എന്നുള്ളത് കാണിക്കാൻ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമുണ്ട്. ബാലിയുടെ കഴുത്തിൽ ഒരു മാലയുണ്ട്. ആ മാല ധരിക്കുന്ന കാലത്തോളം ഒരാൾക്കും ബാലിയെ നേരിട്ട് ആക്രമിച്ച് കൊല്ലാൻ സാധ്യമല്ല. അതുകൊണ്ടാണല്ലോ രാമന് പോലും വൃക്ഷഖണ്ഡത്തെ മറഞ്ഞു നിന്ന് അമ്പെയ്യേണ്ടി വന്നത്. തൻ്റെ അർദ്ധശക്തിയെ നശിപ്പിക്കാൻ മാത്രം മൂഢനൊന്നുമല്ല ശ്രീരാമൻ. നേർക്ക് പോയി ബാലിയെ അമ്പെയ്ത് തൻ്റെ പകുതി ശക്തിയെ ചോർത്തിക്കളയാനൊന്നും രാമൻ അത്ര മൂഢനല്ല. രാമൻ തൻ്റെ ശക്തി കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഏതായാലും ബാലി തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ മാല. ഏത് മാല തൻ്റെ കഴുത്തിൽ അണിഞ്ഞാൽ താൻ നേർക്കവധ്യനായി തീരുമോ അങ്ങനെയുള്ള ഐശ്വര്യത്തെ നൽകുന്ന മാല വേണമെങ്കിൽ അത് സ്വപുത്രനായ അംഗദൻ അണിയിക്കാമായിരുന്നു. വേണമെങ്കിൽ താരക്കേൽപ്പിക്കാമായിരുന്നു. വേണമെങ്കിൽ ആർക്കും കൈമാറാതെ തൻ്റെ ശരീരത്തിൽ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിക്കാമായിരുന്നു. എന്നാൽ ബാലി ആ മാല എടുത്ത് സുഗ്രീവൻ്റെ കഴുത്തിൽ അണിയിക്കുകയാണ്. അത് വികാരനിർഭരമായൊരു രംഗമാണ്. വാൽമീകി രാമായണത്തിലെ ഏറ്റവും വികാരനിർഭരമായ രംഗങ്ങളിൽ ഒന്നാണ്. എത്രമാത്രം പശ്ചാത്താപ വിവശനായി ബാലി എന്ന് ഇതിൽ പരം എങ്ങനെ വരച്ച് കാണിക്കും? ആ സമയം വരെ ആരെ ശത്രുവായി കണ്ടോ ആ അനുജൻ്റെ സുഗ്രീവൻ്റെ കഴുത്തിൽ മാല അണിയിക്കുന്നു ബാലി. സുഗ്രീവനോട് പറയുന്നു, അംഗദനെ പരിപാലിക്കണമേ. ഞാൻ എങ്ങനെ താരയെ പരിപാലിച്ചോ അതുപോലെ താരയെ പരിപാലിക്കണമേ എന്നെല്ലാം ആവശ്യപ്പെടുന്നു. ചിന്തിക്കുക. അവിടെ വാലി മനസ്സിലാക്കി. അത്യന്ത കർക്കശ സ്വഭാവിയായിരുന്ന വാലി മനസ്സിലാക്കി. പക്ഷെ ഇന്നും നമ്മൾ പലരും മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് രാമൻ്റെ ചെയ്തിയെ ചോദ്യം ചെയ്യാനും തെറ്റെന്ന് സമർത്ഥിക്കാനും വൃഥാ വ്യായാമം ചെയ്യുകയാണ്. ഞാൻ ചെയ്യുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ബാലിയെ രാമൻ കൊന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് രാമായണത്തെ സ്വീകരിക്കുന്നത് കൊണ്ടാണല്ലോ, രാമായണത്തെ വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ. എങ്കിൽ ആ രാമായണത്തിൽ ആദിയിലും മധ്യത്തിലും അന്തത്തിലും പറഞ്ഞത് രാമൻ ധർമ്മവിഗ്രഹമാണെന്നാണ്. അത് സ്വീകരിക്കുക. എന്നിട്ട് നമ്മുടെ ബുദ്ധിയെ ക്രമീകരിച്ച് എന്താണോ ഇതിഹാസകർത്താവ് ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കാൻ പരിശ്രമിക്കുക. അല്ലാതെ നമ്മുടെ അല്പബുദ്ധിക്കനുസരിച്ച് രാമായണത്തെ, ഇതിഹാസത്തെ, പുരാണങ്ങളെ നിന്ദിക്കാനും വിമർശിക്കാനും പുറപ്പെടുന്നത് അതൊരപരാധമാണ്. അത് ബൗദ്ധികമായ സത്യസന്ധതയില്ലായ്മയാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. ഏതായാലും ഈ ഭാഗം നമുക്ക് തുടർന്ന് ചിന്തിക്കാം.